ഹോർമുസ് കടലിടുക്കിൽ 24 ഇന്ത്യക്കാരുമായി പോയ കപ്പലിന് നേരെ US ആക്രമണം. കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്നു. ഏത് നിമിഷവും കപ്പൽ മുങ്ങാമെന്നും അടിയന്തര സഹായം വേണമെന്നും നാവികരുടെ സന്ദേശം. ഒമാൻ തീരത്താണ് കപ്പൽ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. So this is motor tanker Marivax. We are fire on board. We have fire on board and vessel is sinking. US Navy attacked the missile on our engine room. We have hold the bottom. We have fire on board. Please help. This is motor tanker Marivax. You can see our last position recorded in our AIS. That is our position. Please help. Please help. We have fire on board. Total all crew Indian. 24 crew. All crew Indian. Please help quickly. Please, we need immediate help. Our lifeboat is also catch fire. We are unable to lower the lifeboat. One lifeboat is missing. That is damaged. Rope is catch fire. We are unable to lower lifeboat. We are unable to lower life craft. All is damaged. All is in fire. Please help. Please help. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നൊരു സാഹചര്യത്തിലാണ് 24 പേരും ആ കപ്പലിലുള്ളത്. ഇപ്പോൾ ഇവരെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, ഇതുവരെ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ ഒമാനിലുള്ള ഇന്ത്യൻ എംബസി നിലവിൽ ഇപ്പോൾ ഈ പുറത്തു വന്ന ഈ ട്വീറ്റിന് താഴെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റിൽ അവരുടെ ലൊക്കേഷനും അതുപോലെ തന്നെ ലഭ്യമായിട്ടുള്ള കോൺടാക്ട് നമ്പരും ഷെയർ ചെയ്യാനായിട്ട് ഒരു സന്ദേശം അവർ നൽകിയിട്ടുണ്ട്. ഇത് ഫോർവേഡ് സീമാൻ യൂണിയൻ ഓഫ് ഇന്ത്യയാണ് ഇത്തരത്തിൽ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിൽ 24 ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കപ്പലിലുള്ള ജീവനക്കാരുടെ ഓഡിയോ സന്ദേശവും അതുപോലെ അവരുള്ള ലൊക്കേഷൻ അടക്കം ഉള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.